നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് നാം ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ നാം നമ്മുടെ മനസ്സെന്ന മഹാവിസ്മയത്തെ കീഴടക്കിക്കൊണ്ട് അതിനെ നമ്മുടെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വളരെ ശക്തമായ ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നാം കഴിക്കുന്ന ഭക്ഷണം മുതൽ ഓരോ നിമിഷവും നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെയും ഒരു വേള നമ്മുടെ ശാരീരികാവസ്ഥകളെപ്പോലും നിയന്ത്രിക്കുന്നതിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പങ്ക് വലുതു തന്നെയാണ്. ജീവിതയാത്രയിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം എങ്ങനെ അതിനെ നേരിടുന്നു, എങ്ങനെ തരണം ചെയ്യുന്നു എന്നതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആരോഗ്യാവസ്ഥ സ്വാധീനിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നത് ഒരു വിമാനത്തിലെ ഓട്ടോ പൈലറ്റിനെ പോലെയാണ്. നാം നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ചതനുസരിച്ചാണ് ആ വിമാനം ചലിക്കുക. ഏതെങ്കിലും രീതിയിൽ അതിന് റൂട്ടിൽ നിന്ന് മാറ്റണമെങ്കിൽ നാം അതിനെ റീപ്രോഗ്രാം ചെയ്യണം. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള, കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ സ്വാധീന വലയത്തിലാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും. അതുകൊണ്ട് നാം അതിനെ റീപ്രോഗ്രാം ചെയ്തില്ല എങ്കിൽ അതിൻ്റെ അതേ റൂട്ടിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ഇന്നലകളിൽ എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നാളെയും വരുന്നത്. അതിനു പകരം നമ്മൾ അതിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട്, റീവയർ ചെയ്തുകൊണ്ട്, റീകണ്ടീഷനിങ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും, നമ്മുടെ ലക്ഷ്യം കരഗതമാക്കാൻ കഴിയും, നമ്മുടെ നിലവിലെ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയും. സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ ഉദാഹരണം മതി. കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നു, നമ്മൾ ഇതിനെ നന്നാവണമെന്നൊക്കെ തീരുമാനിക്കുന്നു. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴും അതിൻ്റെ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാകുമോ? ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഇത് എനിക്ക് വർക്കാകുമോ? എൻ്റെ ജീവിതത്തിൽ ഇത് മാറ്റം ഉണ്ടാകുമോ എന്ന രീതിയിൽ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നാം ഈ സബ് കോൺഷ്യസ് മൈൻഡിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കും, ഇനി എൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾ വേണം, എൻ്റെ ജീവിതത്തിൽ നന്നാവണം, ഞാൻ പോസിറ്റീവ് ആകണം, എനിക്ക് ഹാപ്പി വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് കോൺഫിഡൻറ്റ് വേണം, എനിക്ക് ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമെങ്കിലും അത് നമ്മുടെ ബോധ മനസ്സുകൊണ്ടാണ് നാം ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത്, എന്നെ കൊണ്ട് ഇതൊക്കെ കഴിയുമോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ എനിക്കൊന്നും ഇതിന് കഴിയില്ല എന്ന രീതിയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അതിനൊക്കെ കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ്. ഇത് നമ്മുടെ ചെറുപ്പം മുതൽ നാം സംശീകരിച്ച് വരുന്ന ഒന്നാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സ്പോഞ്ച് പോലെയാണ്. നമ്മൾ 8 വയസ്സ് വരെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും, നമ്മുടെ പാരന്റിൽ നിന്നും, നാം ദിനേന കാണുന്ന ആളുകളിൽ നിന്നുമൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ നാം സ്പോഞ്ചിൽ എങ്ങനെയാണോ വെള്ളം ഒപ്പിയെടുക്കുന്നത് എന്നതുപോലെ അത് നമ്മുടെ മനസ്സ് ഒപ്പിയെടുക്കുകയും അതാണ് ശരി എന്ന രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ചെറുപ്പത്തിൽ നമ്മളോട് പലരും പറയും, അതൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ അത്ര ഉയരത്തിൽ കയറരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ല, നീ വിഡ്ഢിയാണ്, നിനക്ക് ബുദ്ധിയില്ല, പഠിക്കാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിൽ ആളുകൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കുന്നു. ആ വിശ്വാസം അതാണ് ശരി എന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ വെക്കുകയും പിന്നീട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്നത്തെ ആ ശരി എന്ന് നാം വിശ്വസിച്ചു വെച്ച, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണ്ടീഷൻ ചെയ്യപ്പെട്ട അത് നമ്മളെ വീണ്ടും അതിലൂടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. പലരും പറഞ്ഞതുപോലെ നമുക്കൊന്നും കഴിയാത്തവരാണ്, നമ്മൾ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരാണ്, പഠിക്കാൻ കഴിയാത്തവരാണ്, നമ്മൾ ദരിദ്രരാണ് എന്ന രീതിയിൽ അന്ന് പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ തീരുമാനമെടുത്താലും, അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം വരണമെന്ന് തീരുമാനമെടുത്താലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും.
ഇതിന് ഏക മാർഗം നമ്മുടെ ആ ചിന്തകളെ മാറ്റിയെടുക്കുക എന്നതാണ്. നമ്മുടെ മനസ്സിലുള്ളതിനെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല, എന്നാൽ അതിനെ സൈലന്റ് മോഡിലേക്ക് തള്ളിയിടാൻ കഴിയും. എങ്ങനെ? അതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനേക്കാൾ ശക്തമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇടം നൽകിക്കൊണ്ട് അങ്ങനെ പുതിയ വിശ്വാസങ്ങൾ നാം സ്വയം ആർജിക്കുകയും പുതിയ കണ്ടീഷനുകൾ, പുതിയ ചിന്തകൾ നമ്മളിൽ തന്നെ നാം രൂപപ്പെടുത്തുകയും ചെയ്യണം. അതിന് എളുപ്പമാർഗമാണ് നാം നേരത്തെ പറഞ്ഞ പോസിറ്റീവ് അഫർമേഷൻസ്. പോസിറ്റീവ് അഫർമേഷൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതനുസരിച്ച് ഓരോ വിഷയങ്ങൾക്ക് നാം പുതുതായി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോഴും നമ്മളെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് പുറകോട്ട് വലിക്കുന്ന നെഗറ്റീവ് ചിന്തകൾക്ക് പകരം നാം അവിടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നിറയ്ക്കുക. ഉദാഹരണത്തിന്, തീരെ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളാണ് എങ്കിൽ ദിനേനെ ഞാൻ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് എന്ന അർത്ഥത്തിൽ ഉത്തമ ബോധ്യത്തോടെ ഉറച്ചു തന്നെ നമ്മൾ പറയുക, വിശ്വാസത്തോടു കൂടി നാം പറയുക. ഇത് നാം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു എന്നത് കൊണ്ട് കാര്യം നടക്കുന്നതല്ല. ഇത് റിപ്പീറ്റേറ്റീവായിട്ട് നാം പറയുകയും അങ്ങനെ റിപ്പീറ്റേറ്റീവായി ദിനേനെ റെഗുലറായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അത് നമ്മുടെ ഒരു സ്വഭാവമാക്കുകയും ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായും നേരത്തെ എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ കോൺഫിഡൻസ് കുറഞ്ഞ ആളാണ് എന്ന അർത്ഥത്തിൽ നമ്മളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ വിശ്വാസം മാറി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ് എന്ന രീതിയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുക. മുന്നോട്ടുള്ള നമ്മുടെ ഓരോ പ്രവർത്തന സമയത്തും നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മനസ്സിനെ റീവയർ ചെയ്യുമ്പോൾ, റീപ്രോഗ്രാമിംഗ് നടത്തുമ്പോൾ നമ്മുടെ പഴയ ചിന്തകൾ അവിടെ താഴെ കിടക്കുകയും നമ്മുടെ പുതിയ ചിന്തകളും പുതിയ നാം നൽകിയ അഫർമേഷനിലൂടെ നാം ആർജിച്ചെടുത്ത വിശ്വാസങ്ങൾക്ക് ഒരു മേൽക്കോയ്മ ലഭിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി അറിയുക, ഇത് തികച്ചും വിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ദിനേനെ കൃത്യമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി പ്രസന്റ് ടെൻസിലാണ് നാം ഇതൊക്കെ പറയേണ്ടത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ അത് വിശ്വസിക്കാനാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തുനിയുക. പിന്നെ പോസിറ്റീവായിരിക്കണം നാം അഫർമേഷൻ പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ എല്ലായ്പ്പോഴും പരാജയപ്പെടുന്ന ഒരാളാണ് എങ്കിൽ അതിൽ നിന്ന് മാറ്റം വരാൻ നമ്മൾ ഒരിക്കലും ഇനി ഞാൻ പരാജയപ്പെടില്ല, പരാജയം എന്നത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമല്ല എന്ന രീതിയിൽ പറയരുത്. അതൊരു നെഗറ്റീവ് വേർഡാണ്. വിജയിക്കുക എന്ന ശീലം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന അർത്ഥത്തിലാണ് നാം പറയേണ്ടത്. അവിടെ പരാജയം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെയൊന്നുമില്ല. നാം പറയുന്ന കാര്യങ്ങൾ പരാജയം എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പരാജയം എന്നതിനെയാണ് രജിസ്റ്റർ ചെയ്യുക. നേരെ മറിച്ച് അതിന് പകരം നമ്മൾ വിജയം എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ അതൊരു വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ കൂടിയാകാൻ നാം ശ്രമിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ ഒരു ദരിദ്രാവസ്ഥയിലാണ്, ഇതൊന്ന് മാറിക്കിട്ടണം എന്നാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ നാം പറയേണ്ടത് എൻ്റെ ദാരിദ്ര്യം എത്രയും പെട്ടെന്ന് മാറും എന്നല്ല, മറിച്ച് ഒരു ധനവാനാകാനുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു, ഞാനൊരു ധനാഢ്യനാകാൻ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു, ആകാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാൻ പോകുന്നു, അതിലേക്ക് നടന്നെടുക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഓൾറെഡി അതിൻ്റെ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചു എന്ന രീതിയിൽ നമ്മുടെ മനസ്സ് അതിനെ രജിസ്റ്റർ ചെയ്യും. ആയി തുടങ്ങി എന്ന രീതിയിൽ അതിനെ രജിസ്റ്റർ ചെയ്യും. അപ്പൊ നാം ഈ അഫർമേഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് പ്രസന്റ് ടെൻസിലായിരിക്കണം, കൃത്യമായും പോസിറ്റീവ് വൊക്കാബുലറികളായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. നെഗറ്റീവ് ഒരു വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് റെഗുലറായി ചെയ്യുക, നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ ക്ഷമയോടുകൂടി ഇത് തുടർന്നു കൊണ്ടിരിക്കുക. പിന്നീട് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ നാം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. അതായത് നമ്മൾ അതിനെ ദൃശ്യവൽക്കരിക്കുക. നാം പോസിറ്റീവ് അഫർമേഷൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അതിനെ ദൃശ്യവൽക്കരിച്ചാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാൻ അത് എളുപ്പമാകും.
അത് സംഭവിക്കുന്നു എന്ന അർത്ഥത്തിൽ. വിഷ്വലൈസേഷൻ നടത്തേണ്ടതും പ്രസന്റ് ടെൻസിലാണ്. നാം വിഷ്വലൈസേഷൻ നടത്തേണ്ടത് നാം ആഗ്രഹിക്കുന്ന കാര്യം നടന്നതായി, അത് നടന്നാൽ നമുക്ക് കിട്ടുന്ന മുഴുവൻ ഫീലും സന്തോഷവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കണം. അങ്ങനെ അത് ചെയ്യണം. അങ്ങനെ നാം വിഷ്വലൈസേഷൻ ചെയ്യുകയാണ് എങ്കിൽ, ദൃശ്യവൽക്കരണം നടത്തുകയാണ് എങ്കിൽ, നമ്മുടെ മനസ്സ് അത് സത്യമാണ് എന്ന് വിശ്വസിച്ച് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ അതിന് സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ മാനസിക ശാരീരിക അവസ്ഥകളെ മാറ്റിയെടുക്കും. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ആവാം, സെൽഫ് ഹിപ്നോസിസ് ആകാം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതാണോ നമുക്ക് ബെറ്ററായി തോന്നുന്നത് അത് ഉപയോഗിക്കാം. അങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ആ 3 ടെക്നിക്കുകൾ, ഒന്ന് പോസിറ്റീവ് അഫർമേഷൻ ആയിരുന്നു, ഒന്ന് വിഷ്വലൈസേഷൻ ആയിരുന്നു, മെഡിറ്റേഷൻ ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഈ 3 കാര്യങ്ങളുടെയും ശാസ്ത്രീയമായിട്ടുള്ള ന്യൂറോ സയൻസ് എന്തൊക്കെ എവിഡൻസ് ആണ് ഇത് വർക്കാകുമെന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് മനസ്സെന്ന ഈ മഹാവിസ്മയത്തെ കീഴടക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. നാം ഒരിക്കലും പെട്ടെന്നൊരു വിജയം പ്രതീക്ഷിക്കരുത്. അത് നമ്മൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകണം. ഒരുപക്ഷെ പെട്ടെന്ന് നടന്നേക്കാം. അത് നമ്മുടെ മനസ്സിൻ്റെ സബ് കോൺഷ്യസ് മനസ്സിൻ്റെ അകത്ത് എത്രത്തോളം ഡീപ്പായിട്ടാണോ അത്തരം നമ്മുടെ വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെ നെഗറ്റീവായി പതിഞ്ഞിട്ടുള്ളത്, അതിനെ അനുസരിച്ചായിരിക്കും. അതോടൊപ്പം നമ്മൾ എത്രത്തോളം ഇതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് നാം ചെയ്യുന്നത്, എത്രമാത്രം നമ്മുടെ ആ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിഷ്വലൈസേഷനും അഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതിനെയും ആശ്രയിച്ചായിരിക്കും ആ കാര്യങ്ങളുടെ വിജയം നാം കാണുക. ഏതായാലും ഇത് ചെയ്തു തുടങ്ങി ഏകദേശം ഒരു 7 ദിവസത്തിനകം നമുക്കതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിൽ കാണാം. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടും. നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ളതിനെ പ്രയാസരഹിതമായി എളുപ്പമാക്കി മാറ്റും. ഇതൊക്കെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ മോട്ടീവാകുകയും നമ്മൾ കൂടുതൽ ഈ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൺസിസ്റ്റന്റ് ആയിക്കൊണ്ട് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിൻ്റെ മാസ്മരികതയെക്കുറിച്ചുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.